ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഒരു ചെറിയ പരീക്ഷണം, പക്ഷേ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് ആർക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചിലവില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അത് കണ്ടാൽ വളരെ കൗതുകം തോന്നുകയും ചെയ്യുന്ന ഒരു ഹാങ്ങിങ് മെത്തേഡ്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. നമ്മളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന പാഴ്വസ്തുക്കളിലൊക്കെ ചെടി വയ്ക്കാമെന്ന് നിങ്ങൾക്കറിയാം. അത് വലിയൊരു കല തന്നെയാണ്. അത് വളരെ ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരു ചെറിയ PVC-യുടെ ഒരു എൽബോ, ഒരു ഹോസ്, ഒരു പൈപ്പ് എനിക്ക് കിട്ടിയപ്പോൾ അതിൽ ചെയ്തു നോക്കിയ ഒരു ചെറിയ പരീക്ഷണം. ആ പരീക്ഷണം എനിക്ക് വലിയ കൗതുകം തോന്നി. അത് തൂക്കിയിട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഈ എളുപ്പത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ കല ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹോസ് പൈപ്പിൻ്റെ ഒരു എൽബോ. ഇത് 2 ഇഞ്ചിൻ്റെയാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു പർപ്പസിൽ വാങ്ങിച്ചതൊന്നുമല്ല. ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പീസ് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു 3 ഇഞ്ചിൻ്റെ ഹോസ് പൈപ്പൊക്കെ ആവാം. ഇതുപോലത്തെ എൽബോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കൗതുകം. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടെ ഒരു കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു ഹോൾ നമുക്ക് ഇവിടെയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതൊരു കമ്പി ചൂടാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് നമുക്ക് കുത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് PVC-യുടെ പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോൾ ഇടാൻ കഴിയും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ചെടി വയ്ക്കുക, ഇത് തൂക്കിയിടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പണി. നമുക്കൊരു അലുമിനിയത്തിൻ്റെ കമ്പി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പി, അല്ലെങ്കിൽ വെറുതെ ഒരു വള്ളി ആയാലും മതി, ഒരു ചരടായാലും മതി, എന്തായാലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കമ്പിയാണ്. ഇത്രയുള്ള സംഗതി. ഇത് നിങ്ങൾക്ക് ചരട് ഉപയോഗിച്ചിട്ടോ കമ്പി ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മൾ ഗാർഡൻ സോയിൽ നിറയ്ക്കുക. നമ്മളിതിൻ്റെ അടിയിലിട്ടിട്ടുള്ള ഹോള് ഡ്രൈനേജ് ഹോളാണ്. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോള് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കെട്ടി നിന്ന് ചെടി നമ്മുടെ ചീഞ്ഞു പോകും. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് വയ്ക്കാൻ എടുത്തിട്ടുള്ള ചെടി ബേബി സ്റ്റിയർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ്. ലിറ്റിൽ മിസ് എന്ന് പറയും, മിസ് ലിറ്റിൽ എന്ന് പറയും. എന്തോട്ടെ, ഇങ്ങനെ തൂങ്ങി വളരുന്ന ഏത് ചെടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു അല്പം കൂടെ മണ്ണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അടുത്ത ഒരു സെറ്റ് ചെടിയെടുത്ത് നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്ത് വയ്ക്കാം. കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തു, 2 സൈഡിൽ നിന്ന് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തു. ഓക്കെ, മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഹോസ് പൈപ്പ് എടുത്തിട്ട് നമുക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് എന്തെങ്കിലും ഒരു ഡിസൈനോ ഒരു പുള്ളിയൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനെ കലാപരമായി ഭംഗിയാക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൂക്കിയിടുക. ഇതൊരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ, ഒരു ചെറിയൊരു കല. നമ്മൾ സ്ഥിരമായിട്ട് പോട്ടുകളിലൊക്കെ തൂക്കിയിടുന്ന കണ്ട് നമ്മൾ മടുത്ത ഒരു കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിസ്മയം തോന്നുന്ന, കൗതുകം തോന്നുന്ന കാഴ്ചകൾ ഒരുക്കുക എന്നുള്ളതാണ് പച്ചക്കല നിങ്ങൾക്ക് എന്നും ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കി തൂക്കിയിട്ടാൽ മാത്രം പോരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കാരണം പലരും വെള്ളം ഒഴിക്കണോ, വെള്ളം നനയ്ക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് സംശയം പ്രകടിപ്പിക്കുന്ന കണ്ടുണ്ട്. അത് നമ്മളെ കളിയാക്കാനാണോ അതോ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സംശയം തന്നെയാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതിന് നിങ്ങൾ നനച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വളർന്ന് കീഴോട്ട് വരും.
ചെറിയ സ്പ്രേ കുപ്പി ഉപയോഗിച്ച് ഇവിടെയും ഈ 2 സൈഡിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഇങ്ങനെ ഹോസ് ഉപയോഗിച്ച് കുത്തി ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ അതിനുള്ളിലുള്ള മണ്ണൊക്കെ തെറിച്ച് പുറത്തേക്ക് പോകും. നമ്മൾ വളരെ ഫോഴ്സ് കുറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ 2 സൈഡിൽ കൂടെയും വെള്ളം ഒഴിക്കുക. അധികമുള്ള വെള്ളം ഈ ഡ്രൈനേജ് ഹോളേ കൂടെ പുറത്തേക്ക് പോയിക്കോളും. അങ്ങനെ തൂക്കിയിടുക. ഇത് വളരുമ്പോൾ കാഴ്ചയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വളരെ കുറഞ്ഞ സമയത്ത് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായി ചെയ്യാവുന്ന ഈ ഒരു സൂത്രം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വിശേഷവുമായി, നല്ലൊരു കൗതുകവുമായി പച്ചക്കല പുതിയ അധ്യായവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.